ഹായ് ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നേക്കുന്നത് മറ്റൊരു റെസിപ്പി ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഈ പൊതുവെ ഒട്ടുമിക്ക ആൾക്കാരും. എന്നാൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മസാല ദോശയാണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ ഗൈസ്, ഞാൻ നമ്മുടെ ഗോതമ്പ് മസാല ദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, 2 ബീൻസ്, പച്ചമുളക്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ശകലം ഉപ്പും ചേർത്ത് കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സവാളയും ബീൻസും പച്ചമുളകും ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം പച്ചമുളക് ഇട്ടു, സവാള ഇട്ട് കൊടുത്തു, ബീൻസ് ഇട്ട് കൊടുക്കാം, കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുമ്പ് വേവിക്കാൻ വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ നല്ലപോലെ ഉടച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ശകലം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശകലം കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറവാണെങ്കിൽ ആവശ്യത്തിന് മസാലക്കൂട്ടിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ച ഗോതമ്പ് പൊടിയിലേക്ക് ശകലം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഞാൻ ഇവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. മാവ് കോരി ഒഴിച്ചു നന്നായിട്ട് ഇതൊന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നെയ്യ് ഇതിലൊന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ഇതിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല മുരിച്ചെടുക്കണം. എങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ മസാല ദോശ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കനിക്കുട്ടാ, എങ്ങനെ ഉണ്ടടാ മസാല ദോശ?
നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.